കാണികൾ നമ്മൾ എന്തറിയുന്നു, കണ്ണീർ മിഴികളെ മറയ്ക്കുന്നു. അലകടൽ നടുവിലും അഖില മനസ്സിലും അണുവിലും പള്ളിയുറങ്ങുന്നു. ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഇരവും പകലും കരയും കടലും ഇടചേർന്ന ജീവിത കളിയരങ്ങിൽ ഈശ്വരൻ മനുഷ്യനായി അവതരിച്ചു, ഈ മണ്ണിൻ ദുഃഖങ്ങൾ സ്വയം ഭരിച്ചു. ഓം ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. ഓം ചിന്താലേശായ പരമഗുരുവേ നമഃ. നമസ്കാരം. ചിന്താലയ ഗുരു വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സുസ്വാഗതം. ഭഗവാൻ ചിന്താലേശൻ്റെ ഭക്തരെ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുന്നതിനൊപ്പം ചിന്താലയ കുടുംബത്തിലെ അംഗങ്ങളാണ്. ഇപ്പോൾ കുടുംബാംഗങ്ങളെ പരസ്പരം അറിഞ്ഞുകൂടാ പലർക്കും. കാരണം ഭഗവാന്റെ 3 ആശ്രമങ്ങളും അതുപോലെ ആശ്രമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർക്കും പലപ്പോഴും ഒരു ആശ്രമവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരെ മറ്റ് ആശ്രമത്തിലുള്ളവർക്ക് അറിഞ്ഞുകൂടാത്ത അവസ്ഥകളുണ്ട്. അപ്പോൾ അവരെയൊക്കെ ചാനലിലൂടെ കൊണ്ടുവന്ന് പരിചയപ്പെടുത്തുകയും അവർക്ക് ഭഗവാനിൽ നിന്ന് സിദ്ധിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾ പങ്കുവയ്ക്കുകയൊക്കെ ചെയ്യുകയാണ് ചാനലിലൂടെ ചെയ്തു വരുന്നത്. ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത് സുനിൽ ലാലാണ്. അദ്ദേഹം ചെമ്പഴന്തിയിലാണ് താമസം. ചെമ്പഴന്തി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ലോകപ്രശസ്തമായ സ്ഥലമാണ്. ഗുരു ശ്രേഷ്ഠൻ്റെ ജന്മസ്ഥലമാണ്. അപ്പോൾ അതിന് അടുത്താണ് അദ്ദേഹത്തിൻ്റെ ജനനവും. മാത്രമല്ല അദ്ദേഹം ശരിക്ക് അസോസിയേറ്റാണ്, അതുപോലെ ഫോട്ടോഗ്രാഫറാണ്, അതേപോലെ ആ മേഖലയുമായി ബന്ധപ്പെട്ട് വളരെ പ്രാവീണ്യം തെളിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹമാണ് ഇന്ന് നമുക്ക് അതിഥിയായി വന്നിരിക്കുന്നത്. ഭഗവാന്റെ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഏകദേശം വളരെ പഴക്കം വന്ന ആളാണ്. ഏകദേശം വർഷങ്ങളുടെ പഴക്കമുണ്ട് ഭഗവാനുമായിട്ട്. എന്നാലും മനസ്സിൽ തട്ടി നിൽക്കുന്ന ചില കാര്യങ്ങൾ ഭക്തർക്ക് വേണ്ടി പങ്കുവയ്ക്കണം. ഞാൻ ഒരുപാട് നാൾ അവിടെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിലും അവിടുത്തെ ഒരു സ്ഥിരം ആളല്ലായിരുന്നു. അതായത് എന്തോ അതിനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ല. എൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു ശൈലി വെച്ചിട്ട് അങ്ങനെ ഉണ്ടായി. ഞാനൊരു 10-25 വർഷങ്ങൾക്ക് മുമ്പ് ആണ് ആദ്യമായിട്ട് ആശ്രമത്തിലെത്തുന്നത്. അപ്പോൾ എൻ്റെ ചേട്ടൻ ഒരാളുണ്ട്, സുനിൽ എന്നാണ് പേര്. അപ്പോൾ അദ്ദേഹമാണ് എന്നെ കൊണ്ടുപോകുന്നത്. അദ്ദേഹത്തിൻ്റെ പേര് സുനിൽ എന്നാണ്, CP എന്നൊക്കെ നമ്മൾ വിളിക്കും, സുനിൽ. അപ്പം ചേട്ടനാണ് എന്നെ ആദ്യമായിട്ട് അവിടെ കൊണ്ടുപോകുന്നത്. ഇങ്ങനെ അവിടെ ഒരു ആശ്രമമുണ്ട്, ചിന്താലയ ആശ്രമമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവിടെ ഒരു ആശ്രമം ഉള്ളത് അന്ന് അറിയാവുന്നുള്ളത് എനിക്ക് ശാന്തിഗിരി മാസം. അപ്പം അതൊന്നുമല്ല, ഇവിടെ നിനക്ക് അങ്ങനെയുള്ള ഒരു വിചാരം വേണ്ട, ഒന്ന് പോകാമെന്ന് വെച്ചാൽ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് കൂടെ പോയി അവിടെ ചെന്നപ്പോഴത്തേക്ക് അണ്ണൻ പെട്ടെന്ന് നീ നില്ല, ഞാൻ ഒന്ന് കയറിയിട്ട് വരട്ടെന്ന് പറഞ്ഞ് എന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പം അണ്ണൻ അകത്ത് കയറിയിട്ട് പറഞ്ഞ്, ഇന്ന് സ്വാമി ആരെയും കാണുന്നില്ല, ഇന്നെന്തോ പ്രശ്നമുണ്ട്, സ്വാമി ആരെയും അകത്തോട്ട് കയറ്റുന്നില്ല, അപ്പം നിനക്കൊന്നും ഭാഗ്യമില്ല, നമുക്ക് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അങ്ങനെ അറിയണമല്ലോ, ഞാൻ കഷ്ടപ്പെട്ട് വന്ന് ഇനിയിപ്പോൾ ഞാൻ പോകില്ല എന്ന് പറഞ്ഞ് അങ്ങനെ നിന്ന്. അപ്പം അണ്ണന് ദേഷ്യം വന്നു, വാടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മിണ്ടിയില്ല, അവിടെ തന്നെ നിന്ന്. അണ്ണൻ അന്ന് ബൈക്കിലാണ് പോകുന്നത്, അണ്ണൻ്റെ ബൈക്കിലാണ് ഞാൻ പോയത്. അപ്പോൾ ഞാൻ അവിടെ തന്നെ നിന്നപ്പോഴത്തേക്ക് അണ്ണൻ ഇങ്ങനെ ദേഷ്യം വന്ന് നിൽക്കുകയാണ്, ഞാൻ വരാത്തതുകൊണ്ട്. കാര്യം
ഭഗവാൻ ആരെയും കയറ്റാതെ നിന്നിട്ട് പിന്നെ നമ്മൾ നിർബന്ധം പിടിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതൊന്നും എനിക്കൊന്നും അറിയില്ല, ആരെന്നും പോലും അറിയില്ല, ഭഗവാനെ കണ്ടിട്ടില്ല. ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്ക് ഒരു ചെറിയ കള്ളി ഉള്ള ഒരു പേശ എടുത്തിട്ട് തോളിൽ ഒരു വെള്ള തോർത്തൊക്കെ ഇട്ട് താടിയുള്ള ഒരാൾ വന്ന് ഒരു കയ്യിൽ കുറച്ച് ശാമ്പ്രാണിയായിട്ടൊക്കെ ഇങ്ങനെ മരത്തിലൊക്കെ ഇങ്ങനെ പുകയൊക്കെ കാണിച്ച് വരണുണ്ട്. അപ്പം ഞാൻ മൈൻഡ് ചെയ്തില്ല, അവിടെ തന്നെ നിന്നു. എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ച് എന്തെന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു സ്വാമിയെ കാണാൻ വന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യം എന്ന് ചോദിച്ചു. കാണണം അതിന് വന്നതാണ്. കാര്യം എന്ത് എന്ന് ചോദിച്ചു. ഞങ്ങൾ കാണാൻ വന്നതാണ്. ആ കാര്യം എന്ത് എന്ന് ചോദിച്ചു. വീണ്ടും ചോദിച്ചു, 3 പ്രാവശ്യം ചോദിച്ചു. ഞങ്ങൾ കാണാൻ വന്നതാണ്. ആ ശരി, പോയി അകത്ത് പോയി ആഹാരം കഴിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്ന് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതെ നിൽക്കുകയാണ്. കാര്യം എനിക്കറിയില്ല ഇതാണ് ഭഗവാനാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഉദ്ദേശിച്ചൊരു കഷായം കൊടുത്ത് ഒരു സ്വാമി ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഒരു സ്വാമിയുടെ ഇതല്ല ഇത്. സാധാരണ ഒരാൾ വരുമ്പോൾ സ്വാമി അന്വേഷിച്ച് നിൽക്കുകയാണ്. അതെ, വീണ്ടും അവിടെ തന്നെ അന്വേഷിച്ചത്. അപ്പോൾ സ്വാമി കുറച്ച് ഇവിടെയൊക്കെ ഇങ്ങനെ ആക്കിയിട്ട് പോകും. അപ്പം ഭഗവാൻ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ചേട്ടൻ ഓടി വന്ന് വെച്ച്, നിന്റെ ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിൽക്കരുത്, സ്വാമി നേരം കാണില്ല. സ്വാമി എന്ത് പറഞ്ഞു, വഴക്ക് പറഞ്ഞാൽ ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, സ്വാമി ആഹാരം കഴിച്ചിട്ട് പോകാൻ പറഞ്ഞു. സ്വാമിയാ? ഞാൻ പറഞ്ഞു ഇതാണോ സ്വാമി? ആ അത് തന്നെയാണ് സ്വാമി. എന്ത് പറഞ്ഞു? ആഹാരം കഴിച്ചിട്ട് പോകുന്നു. അപ്പോൾ ചേട്ടനൊന്നും തണുത്ത് കാര്യം എന്നെ വഴക്ക് പറഞ്ഞിട്ടുണ്ടാവും എന്നാണ് വിചാരിച്ചത്. മനസ്സിലായി. ശരി, പിന്നെ പോയി ആഹാരം കഴിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. പക്ഷേ അന്ന് ഞാൻ ആഹാരം കഴിച്ചില്ല. ഞാൻ എന്താണെന്ന് അറിയില്ല. അന്ന് ആഹാരം കഴിക്കാതെ അണ്ണൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് അണ്ണ പറഞ്ഞു എനിക്ക് ആഹാരം കഴിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. ഞാൻ വേണ്ട പോകാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങ് പോയി. അന്ന് അവിടെ മതിലില്ല, ഒന്നുമില്ല. കുറച്ച് ചെടികൾ ഇങ്ങനെ മതിൽ പോലെ വളർന്നു നിൽപ്പുണ്ട്. ആ സമയത്താണ് അവിടെ ബാക്കിയെല്ലാം പൂന്തോട്ടം പോലെ ഉണ്ട്. അത് പിന്നെ അപ്പോഴും ഞാനൊന്നുമല്ല, വെറും ഒരു ഫോട്ടോഗ്രാഫറാണ്. വീട്ടിൽ അച്ഛൻ ഇത്തിരി ലിബറലാണ്. അതായത് അച്ഛൻ ഞങ്ങളുടെ അടുത്ത് ഭയങ്കര സ്ട്രിക്റ്റ് ഒന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് ഭയങ്കരമായിട്ട് മുതലെടുക്കും, ആ സ്വാതന്ത്ര്യം. അങ്ങനെ ഞാൻ വീട് അവിടെ ആയിരുന്നിട്ടും ലോഡ്ജിൽ റൂമൊക്കെ എടുത്ത് ഫോട്ടോഗ്രാഫിയൊക്കെ ചെയ്ത് അങ്ങനെ ആ പ്രായം അതാണല്ലോ. അപ്പം കൂട്ടുകാരുമായിട്ടൊക്കെ ഉള്ള തരികിടകളൊക്കെ കളിച്ച് അവിടെ. അപ്പോൾ അച്ഛൻ ചോദിക്കുമ്പോൾ പറയും എനിക്ക് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി അതിനാണെന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛനെ വിളിച്ച് കിടക്കും വീട്ടിലതൊക്കെ പോകാതെ. അങ്ങനെ നടക്കുന്ന കാലഘട്ടത്തിലാണ് അവിടെ പോകുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട് ഫിലിം ഫീൽഡിൽ ഒരു ക്യാമറാമാൻ ആവണമെന്ന്. അങ്ങനെ ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ഇങ്ങനെ അത് ട്രൈ ചെയ്യുന്ന സമയമാണ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് ഈ ചേട്ടൻ്റെ, ഞാൻ പറഞ്ഞില്ലേ സുനിൽ എന്ന് പറഞ്ഞ ചേട്ടനൊരു സുരൻ എന്ന് പറഞ്ഞൊരു ചേട്ടനുണ്ട്. അദ്ദേഹം എന്നെ ഈ അഴകപ്പ സാറിൻ്റെ ഒരു ക്യാമറാമാൻ അഴകപ്പ സാറിൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ പരിചയമാണ്. അദ്ദേഹത്തിൻ്റെ അളിയൻ ഈ സുരൻ എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞപ്പോൾ എങ്കിൽ ഞാനൊന്ന് പറഞ്ഞു നോക്കട്ടെ, ഞാനൊന്ന് പറഞ്ഞു നോക്കാമെന്ന് ഈ സുരേണ്ണൻ പറഞ്ഞു. അങ്ങനെ സുരേണ്ണൻ പറഞ്ഞപ്പോഴത്തേക്ക് ഒരു മുടക്കമില്ല, ശരിയെങ്കിൽ അവനെ വരാൻ പറയാം, ഒരു വർക്ക് നിർത്തി നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. അങ്ങനെ ഞാൻ സാറിൻ്റെ അടുത്തെത്തി. അപ്പോൾ പിന്നെ പെട്ടെന്ന് അപ്പോൾ സാറ് നല്ല തിരക്കുള്ള സമയമാണ്. അയ്യോ സാറ് ഞാൻ അസിസ്റ്റൻ്റായിട്ട് പോയി. ഒരുപാട് വർക്കിന് സാറിൻ്റെ അടുത്ത് അസിസ്റ്റൻ്റായിട്ട് നിന്ന് പിന്നെ ഞാൻ അസോസിയേറ്റായി. അപ്പോൾ എനിക്ക് കുറച്ച് അസുഖങ്ങളൊക്കെ വന്നു. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ എനിക്ക് പിന്നെ സ്ഥിരം ഇങ്ങോട്ട് പോകാൻ പറ്റിയില്ല. എൻ്റെ ഉപേക്ഷയാണ്, വേണമെങ്കിൽ വരായിരുന്നു. അതെ, നടന്നില്ല. അപ്പോൾ വീണ്ടും ചെല്ലുമ്പോഴത്തേക്ക് ചോദിക്കും എവിടെ നിന്ന് വന്നു. അപ്പോൾ ഞാൻ പറയും ചെമ്പഴന്തി നിന്നാണ്. ഇങ്ങോട്ട് വരണ്ടല്ലോ, അവിടെ തന്നെ പോരെ, അവിടെ കയറിയാൽ പോരെ, അവിടത്തിലും വലുതൊന്നും ഇവിടെ ഇരിപ്പില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തൊഴുത് പിന്നെ ഇരി എന്ന് പറയും, അവിടെ ഇരിക്കും. അപ്പോൾ എൻ്റെ മനസ്സിലുള്ളതെന്ന് വെച്ചാൽ ഭയങ്കര ഓരോ സംശയങ്ങളാണ്. ഞാൻ നോക്കുമ്പോഴത്തേക്ക് അന്ന് ഞാൻ പിന്നെ അവിടെ എത്തിപ്പെടുമ്പോഴത്തേക്ക് അവിടെ ഇതൊക്കെ മതിലൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ വരുന്നവർക്കെല്ലാം ആഹാരം കൊടുക്കുന്നുണ്ട്, എല്ലാവർക്കും ആഹാരമൊക്കെ കൊടുത്ത് അങ്ങനെ വിടുന്നുണ്ട്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ചേട്ടൻ ചോദിച്ചു, ചേട്ടാ ഇവിടെ ഈ ആരെങ്കിലും പൈസ കൊടുക്കുമോ സ്വാമിക്ക്? പറഞ്ഞാൽ നീ പൈസ കൊടുത്താൽ നിനക്ക് അപ്പം അടി കിട്ടും പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാനിപ്പോൾ മനസ്സിലിങ്ങനെ പിന്നെ എങ്ങനെ അവർക്ക് ഇവിടെ വരണവർക്കൊക്കെ ആഹാരം ഇത്രയും കൊടുക്കണ്ടേ? ഒരു ദിവസം തന്നെ 100-100 പേരെങ്കിലും മിനിമം ഉണ്ടാവും ഇവിടെ. അപ്പോൾ ആഹാരം കഴിച്ചിട്ട് പോകാം. ഞാനിങ്ങനെ ആഹാരം കഴിക്കുമ്പോൾ ഇങ്ങനെ വീണ്ടും ചെന്ന് ഒരു ദിവസം ചെന്നപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങനെ ഓർത്ത് ഇതെങ്ങനെ ആഹാരം കൊടുക്കണം ഇത്രയും പേർക്ക്, എന്തെങ്കിലുമൊക്കെ ബിസിനസ് ഉണ്ടാവും എന്നൊക്കെ മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ്. അപ്പോൾ അത് തന്നെ ഇങ്ങനെ ഇങ്ങനെ കണ്ണടച്ചിരിക്കുമല്ലോ, തന്നെ നോക്കി, അല്ലേ ഇവിടെ വേറെ കച്ചവടമൊന്നുമില്ല ചേട്ടാ, ആരെയൊന്നും ഞാൻ ഒന്നും വാങ്ങിക്കണമില്ല. ഇത് എൻ്റെ അച്ഛനപ്പനായിട്ട് ഇവിടെ കുറച്ച് സ്ഥലവും എനിക്ക് തന്നിട്ടുണ്ട്, അതിൽ 5-6 റബ്ബർ വെച്ചിട്ടുണ്ട്, അത് വീട്ടിൽ വിൽക്കും, അതിൽ നിന്ന് 5-6 ഷീറ്റ്
വിറ്റ് കിട്ടുന്ന പൈസ എടുത്ത് ഞാൻ ഒരു ചാക്ക് അരി കൊണ്ടിടും. അതിൽ നിങ്ങളെ പോലെ വരണവർക്ക് ആഹാരം കൊടുക്കും, അല്ലാതെ എനിക്ക് വേറെ ഇവിടെ തരികളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞാനൊരു തൊഴുത്. ഞാൻ ഒന്നും പറഞ്ഞില്ല, ഒന്നും ചോദിച്ചില്ല. ഇതാണ് ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ പറയാൻ പറ്റാത്ത പല കാര്യങ്ങളുണ്ട്. മനസ്സ് വിചാരിച്ച മനസ്സ് കാണുന്ന ആളാണല്ലോ. അതെ, ഞാനിങ്ങനെ മനസ്സിൽ ഓർത്തിരിക്കുമ്പോഴത്തേക്ക് വേറെ ആരുടെങ്കിലും സംസാരിക്കും പോലെ നമുക്കുള്ള ഉത്തരം തരും. അതെ, അപ്പം ഞാൻ തൊഴു വരുന്നു. അപ്പോൾ അത് നോക്കാറില്ല, അത് നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കും. ഭഗവാൻ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും, വേറെ നോക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരുപാട് 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 കാര്യങ്ങളുണ്ട് ഇതേപോലുള്ള. അതായത് നമ്മളറിയാമല്ലോ, ഞങ്ങൾ ആ ഒരു, അതായത് എൻ്റെ ഒരു 20-25 വയസ്സിനകത്ത് ഞാൻ അവിടെ എത്തിയതാണ്, അവിടെ ആദ്യത്തിനാണ്. അപ്പോൾ ആ ഒരു സമയം തൊട്ട് നമ്മളെ ഒരു കാലം അറിയില്ല, ഭയങ്കര സ്വാതന്ത്ര്യമുണ്ട്, അത്യാവശ്യം ഫോട്ടോഗ്രാഫി വർക്കുണ്ട്, ഫിലിമിൽ വർക്കുണ്ട്, അപ്പോൾ പൈസ പറ്റുന്നുണ്ട്. വീട്ടിൽ അങ്ങനെ ഒന്നും ഞാൻ കൊടുക്കാറില്ലായിരുന്നു പൈസ. അപ്പോൾ നമുക്ക് സ്വതന്ത്രമായി നടക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലുമൊക്കെ തരികടകൾ കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭഗവാന്റെ അടുത്തോട്ട് പോയാൽ എനിക്ക് പേടിയാണ്. കാര്യം അദ്ദേഹം അത് കാണും, അതെനിക്ക് നല്ല ഉറപ്പാണ്, പിടിക്കുമെന്ന് പറഞ്ഞാൽ ഉറപ്പ്. അപ്പോൾ പലപ്പോഴും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് പറയും, എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പം അപ്പോഴെങ്കിലും എന്നെക്കുറിച്ച് ഓർക്കാതിരിക്കണം എന്ന് പറയും. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ തരികടകൾ കാണിക്കുമ്പോൾ ആ സമയമെങ്കിലും എന്നെക്കുറിച്ച് ഓർക്കാതിരിക്കണം എന്ന് പറയും. നമുക്ക് അത് കാരണം പേടിച്ചിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകില്ല. അങ്ങനെ ഉണ്ടായിരുന്നു. ഭഗവാൻ അറിയാതെ എന്ന് വെച്ചാൽ അതിൽ ഭഗവാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പേടിച്ചിട്ടായിരിക്കും ഭഗവാനെ ഞാൻ തെറ്റ് ആണ് ചെയ്യണത് എന്ന് ഭഗവാനെ നമ്മൾ സ്മരിക്കുകയാണ്. അതെ അതെ, ഈ സമയത്ത് ഭഗവാൻ അവിടെ വരും. ഒരു ഭക്തൻ എപ്പോഴും സ്മരിച്ചാലും ഭഗവാൻ അവിടെ എത്തും. അതാണ് ഭക്തവത്സലനാണ് ഭഗവാൻ. അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പം എവിടെ ഇരുന്ന്, ലോകത്ത് എവിടെ ഇരുന്ന്, അതുകൊണ്ടാണ് നമ്മൾ എവിടെ ഇരുന്ന് എന്ത് കാണിച്ചാലും നമുക്ക് പേടിയെന്ന് പറഞ്ഞാൽ എന്താണ്, ഭഗവാൻ അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്ത് ചെറിയ തരികട കാണിച്ചാലും വലിയ തരികട കാണിച്ചാലും ഭഗവാൻ അറിയും. അപ്പോൾ ഭഗവാനെ അറിയിക്കാതെ ഭഗവാന്റെ കണ്ണ് മൂടിക്കെട്ടിക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ അച്ഛനും അമ്മയും ക്ഷമിക്കുന്നതിനേക്കാൾ സഹിക്കുന്നതിനേക്കാൾ ഭഗവാൻ സഹിക്കും. പക്ഷെ എനിക്ക് നല്ല വഴക്ക് കിട്ടിയിട്ടുണ്ട്. അച്ഛനും അമ്മ വഴക്ക് പറയും. നല്ല വഴക്കെന്ന് വെച്ചാൽ, അപ്പോൾ എൻ്റെ അടുത്ത് ഈ ചേട്ടൻ പറഞ്ഞ്, എടാ അവിടെ മറ്റേ സോമശേഖരൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, SI ആയിരുന്നു, SI അയാളുണ്ട്, വരും, അയാൾ അവിടെ വന്നിരുന്ന് ജപിക്കാറുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനും വിചാരിച്ച്, ഞാൻ അത്യാവശ്യമൊക്കെ ചുമ്മാ ജപിക്കും, ആരെയും ഗുരു ഒന്നും പറഞ്ഞിട്ടല്ല, വെറുതെ ആ ഒരു സമയമായി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി പോകുമ്പോൾ അവിടെ നിന്ന് ജപിക്കാം. അവിടെ ചെന്നിരുന്ന് ജപിച്ചു, ഭഗവാന്റെ മുമ്പേ ഇരുന്ന്. ഭഗവാൻ പെട്ടെന്ന് ആദ്യം കുറച്ച് നേരം എനിക്ക് നല്ല ജപിക്കാൻ പറ്റി അവിടെ ഇരുന്ന്. പക്ഷേ ഭഗവാൻ ചോദിച്ച്, ഡേ പിള്ളേ എണീക്ക് എന്ന് പറഞ്ഞു. ഞാൻ തൊഴുത്, ഇത് ഇവിടെ പറ്റൂല കേട്ടാ, ഇവിടെ ഞാൻ പോലീസുകാരനെ ഒക്കെ നിർത്തിയിട്ടുണ്ട്, ഇങ്ങോട്ട് അങ്ങനെയുള്ളവരെ കയറ്റില്ല, പോ എന്ന് പറഞ്ഞിട്ട് ആഹാരം കഴിച്ചിട്ട് പോകുന്നു. അപ്പോൾ എനിക്കാണെങ്കിൽ സങ്കടം വന്നു. ഞാൻ ഒരു തെറ്റും ചെയ്തില്ലെന്നാണ് എൻ്റെ വിചാരം. ഞാൻ സങ്കടം വന്നിട്ട് ഇങ്ങനെ തൊഴുതുകൊണ്ട് നിന്ന്. അപ്പോൾ അകത്തുനിന്ന് മറ്റേ നമ്മൾ പാചകം ചെയ്യുന്ന ഒരു സ്വാമി ഉണ്ടല്ലോ, അത് നല്ല ഹൈറ്റൊക്കെ ഉള്ള അദ്ദേഹം വന്നിട്ട് ചിരിച്ചിട്ട് വാന്ന് പറഞ്ഞു. അദ്ദേഹം ചിരിച്ചിട്ട് പറഞ്ഞു, കുഴപ്പമില്ല വാ എന്ന് പറഞ്ഞിട്ട് ആഹാരം തന്നു. പക്ഷേ നമ്മൾ എപ്പോഴും ഈ ആഹാരം കഴിക്കുമ്പോഴും കണ്ണ് നിറഞ്ഞിരിക്കുകയാണ്. പലപ്പോഴും നമുക്ക് ഈ വഴക്ക് കിട്ടുമ്പോൾ കണ്ണ് നിറഞ്ഞിരിക്കും, അതുകൊണ്ട് ഒരു കാരണമുണ്ട്, വരുമ്പോൾ പേടിച്ചാണ് പറയുന്നത്. ഇന്ന് വഴക്ക് പറയില്ലേ എന്നുള്ളതാണ് മനസ്സിൽ മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ആഗ്രഹങ്ങളൊന്നും പറയരുതെന്ന്. എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്, ഒരു ഫിലിമിന് ക്യാമറ ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ അത് ഞാൻ അവിടെ പറയാത്തതെന്ന് വെച്ചാൽ, അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒന്ന് ആഗ്രഹങ്ങളൊന്നും പറയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഞാനൊന്നും ഇങ്ങനെ ചിന്തിക്കാറില്ല. പക്ഷേ എനിക്ക് പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇന്ന് വഴക്ക് പറയരുത് എന്നാണ്. അപ്പോൾ അങ്ങനെ പേടിച്ചാണ് വരുന്നത് അവിടെ. പിന്നെ ഞാൻ കുറച്ച് ദിവസം എനിക്ക് വയറിൻ്റെ അസിഡിറ്റി കൂടി, ആഴവസാനമായിട്ട് കുറച്ച് വർക്കിനൊന്നും പോകാൻ പറ്റാതിരുന്നു. ആ കാലഘട്ടം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതൊന്ന് കുറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ വീണ്ടും അഴപ്പ സാറായിട്ട് പോയി തുടങ്ങിയപ്പോൾ സാറ് പറഞ്ഞടാ, നീ പി സുകുമാറിന് ഒരു അസോസിയേറ്റിൻ്റെ ആവശ്യമുണ്ട്, പോകണുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു പോകാം സാർ. അങ്ങനെ അഴപ്പ സാർ അങ്ങോട്ടാക്കി. അപ്പോൾ വീണ്ടും അത് കഴിഞ്ഞുകൊണ്ട് ഞാൻ ചെന്നപ്പോഴത്തേക്ക് ചെന്ന ഉടനെ പറഞ്ഞ് ആഗ്രഹങ്ങളൊന്നും പറയരുത് ഇവിടെ എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ വീണ്ടും മിണ്ടിയില്ല, വീണ്ടും പോയി. പക്ഷേ അവിടെ ചെന്നിട്ട് ഞാൻ വീണ്ടും സാറുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, സാറുമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ വീണ്ടും എൻ്റെ ഒരു ഫ്രണ്ടുണ്ട്, അപ്പം എന്തായാലും വർക്കുണ്ട്. ഞാൻ 3 പേര് പോകുന്നുണ്ട്. സുനിൽ പ്രേം എന്ന് പറഞ്ഞിട്ടൊരു ക്യാമറാമാൻ ഇവിടെ ഉണ്ട്, മിന്നാമിനിങ്ങൊക്കെ എൻ്റെ ക്യാമറാമാനായിരുന്നു സുനിൽ പ്രേം ഉണ്ട്. അപ്പം
എവിടെ 3 വീട് ആയതുകൊണ്ട് ആരുടെയെങ്കിലും ഇങ്ങനെ മാറി മാറി പൊയ്ക്കൊണ്ടിരിക്കും. വർക്കിന് കുറവില്ല. വർക്കിന് കുറവില്ല. പിന്നെ അത്യാവശ്യം ഫോട്ടോഗ്രാഫി വർക്കുണ്ട്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എങ്ങനെയോ സാമ്പത്തികമായിട്ട് അങ്ങ് കഷ്ടപ്പെട്ടു പോയിട്ടില്ല ഇതുവരെ. അത് വരില്ല. കുടുംബം ആരൊക്കെ ഉണ്ട്? ഇല്ല, ഞാൻ കല്യാണം കഴിഞ്ഞിട്ടില്ല. അതൊന്നും ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഒരു ദിവസം ഞാനിങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നത്തിലൊക്കെ പെട്ടു. അപ്പോൾ ഞാനിങ്ങനെ ഭഗവാന്റെ അടുത്ത് ചെന്ന്, അപ്പം ഞാൻ ധൈര്യം എന്ന് വെച്ചാൽ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ഭഗവാന്റെ കണ്ണിൽ നോക്കാൻ പറ്റില്ല, അറിയാലോ. ഭഗവാൻ നോക്കിയാൽ അപ്പം തന്നെ നമ്മൾ ഇറക്കി വരുന്നു. എല്ലാം അകത്തുള്ളതെല്ലാം പുറത്ത് വരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് പോയി ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് തന്നെ ഭഗവാൻ ഇങ്ങനെ നോക്കി. ഞാൻ അറിയാതെ തന്നെ ഭഗവാന്റെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്നു. കാര്യം വെച്ചാൽ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. ഇങ്ങനെ അല്ലെങ്കിൽ ഭഗവാൻ നോക്കിയത് എനിക്ക് കണ്ണിൽ നോക്കാൻ പറ്റില്ല. പക്ഷെ അപ്പം ഞാൻ അറിയാതെ തന്നെ കണ്ണിൽ നോക്കിക്കൊണ്ടിരുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. അപ്പോൾ പിന്നെ ഭഗവാൻ ഇങ്ങനെ വേറെ നോക്കിയിരുന്നിട്ട് ഒന്നും പറഞ്ഞില്ല, എന്ന് പറഞ്ഞു പോയി. അത് തെറ്റ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ എനിക്ക് ധൈര്യമായിട്ട് ഒരു തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പോയിരിക്കാം, ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. അല്ല, അന്നൊന്നും പറഞ്ഞില്ല, അന്ന് വഴക്കൊന്നും പറഞ്ഞില്ല എന്നെ. അത് രക്ഷപ്പെട്ട്. കാരണം ഭഗവാൻ അങ്ങനെ അല്ല, വഴക്ക് നമ്മളെ നന്നാക്കാൻ വേണ്ടി, അതെനിക്ക് നമ്മളെ നന്മയ്ക്ക് വേണ്ടി സ്വാമിക്ക് അത്രയും സ്നേഹം ഉണ്ടെങ്കിലേ സ്വാമി വഴക്ക് പറയുള്ളൂ. ഒരാളുടെ ഇഷ്ടം തോന്നുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ സ്വാമി ആ മൈൻഡ് ചെയ്യേയില്ല, ആ ഭാഗമേ അങ്ങ് വിട്ടുകളയും. പിന്നെ നമ്മൾ എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ നമ്മളെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഒരാളാണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പോൾ താങ്കളെ സംബന്ധിച്ചോളം ഭഗവാന് നിങ്ങൾ മാറി വരുന്ന ഒരാളാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ളത്. ഒരുപാട് മാറി. അതായത് ഞാൻ ഭഗവാന്റെ അടുത്ത് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, തരികിട കളിച്ച് നടക്കുന്ന ഒരു പയ്യനായിരുന്നു. അവിടെ നിന്ന് അപ്പോൾ അറിയാമല്ലോ, ആ പ്രായത്തിൽ ലോഡ്ജിലാണ് താമസമെങ്കിൽ പിള്ളേരുമായിട്ട് കൂട്ടുകൂടി അവിടെ നമ്മൾ അതിന് വെറുതെ അടിച്ചു പൊളിച്ചൊക്കെ നടക്കുന്ന സമയമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഞാനങ്ങ് മാറിപ്പോയിട്ട് വീട്ടിലും കയറാതെ നടക്കുന്ന സമയമാണ്. അതെല്ലാം അങ്ങ് മതിയാക്കി. എങ്ങനെ മതിയായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതെല്ലാം അങ്ങ് എന്തു പറഞ്ഞാൽ പിടിച്ച് മാറ്റിയതായിട്ട് എനിക്ക് അറിയാം. എനിക്ക് നല്ല ഇതുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും ഭഗവാനെ ഓർക്കും. എന്തെങ്കിലും ഞാൻ തെറ്റിലോട്ട് പോകുമ്പോൾ ഭഗവാനെ ഓർക്കും, മാറിപ്പോവും. മനസ്സിലായി. അങ്ങനെ എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു 10 ജന്മമെങ്കിലും കുറച്ചിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ ഇതൊക്കെ അനുഭവിക്കാൻ വീണ്ടും ഒരു 10 ജന്മം മിനിമം എടുക്കേണ്ടി വരും. അത്രയ്ക്ക് അനുഭവങ്ങൾ ഉണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. എനിക്കതെല്ലാം പറയാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ ഭഗവാനെ കാണുക എന്ന് പറയുന്നത് തന്നെ ജന്മപുണ്യമാണ്, അതിന് ഒരു സംശയം വേണ്ട. അവിടെ ആ ദൃഷ്ടി പതിയുക എന്ന് പറയുന്നത് ചെന്ന് കാണുമ്പോൾ തന്നെ ആത്മാവിൽ കടന്നുകൂടിയിരിക്കുന്ന കുറേ നെഗറ്റീവ്സ് മാറിക്കിട്ടും. അതിനും ഒരു സംശയം വേണ്ട. അല്ലെങ്കിൽ അവിടെ കയറാൻ പറ്റില്ല. ചെന്ന് കണ്ട് ഭഗവാന്റെ മുമ്പ് ചെന്ന് പെടണമെങ്കിൽ തന്നെ ഭഗവാൻ അറിയണം. അല്ലെങ്കിൽ ഇന്നിപ്പോൾ തന്നെ ഇപ്പോൾ ചെമ്പഴന്തി ആവട്ടെ, അല്ലെങ്കിൽ പോത്തങ്കോട് ആവട്ടെ, ഭഗവാന്റെ ജന്മസ്ഥലവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാവട്ടെ, എത്ര പേർക്ക് അവിടെയുള്ളവർക്ക് ഭഗവാനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ജനിച്ച സ്ഥലത്തുള്ളവർ കണ്ടിട്ടില്ല. അപ്പോൾ എവിടെയെല്ലാം കിടക്കുന്ന എത്രയോ ദൂരങ്ങളിൽ നിന്ന് രാജ്യങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ട് പലർക്കും ഭഗവാൻ അനുമതി കൊടുക്കാത്ത ഒരുപാട് പ്രശസ്തരുള്ളത് എനിക്കറിയാം. എത്ര പേര് അവരെ പറഞ്ഞ് അവരെ അപമാനിക്കുന്ന ശരിയല്ലെന്ന് ഞാൻ പേര് പറയില്ല. പ്രശസ്തി എന്ന് ഭഗവാനും നടക്കില്ല. അത് വലിയ പ്രശസ്തി എന്ന് പറഞ്ഞാലും അവിടെ കയറ്റത്തില്ല. അപ്പം അത് ഭഗവാന്റെ ഒരു ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അത് ഞാൻ പറഞ്ഞു, ആ ഒരു ആത്മാവിൽ അത്രയും ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അവിടെ വരാനും, ഇപ്പോൾ താങ്കളെ തന്നെ ഭഗവാൻ ശാസന രൂപത്തിൽ എന്തെങ്കിലും പറയാനും ഒക്കെ ഇടവന്നിട്ടുണ്ടെങ്കിൽ ആ ആത്മാവിൽ അത്രയും ബന്ധമുണ്ട് സ്വാമിയായിട്ട്. അവിടെ അതിനകത്ത് കയറുമ്പോൾ തൊട്ട് വിറയ്ക്കാൻ തുടങ്ങും. അതിനനുസരിച്ചൊന്നും വേണ്ട. എന്നാൽ അത് അവിടെ അത്രയും അദ്ദേഹത്തിൻ്റെ ചൈതന്യവത്തായ സ്ഥലമല്ലേ. ഇപ്പോൾ ചിന്താലയ ആശ്രമം എന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ ഈ പറഞ്ഞ പോലെ ഭഗവാന്റെ സമാധി, ആ സമാധി സ്ഥലത്ത് നമ്മളൊരു 5 മിനിറ്റ് നിൽക്കുമ്പോൾ അറിയാം വൈബ്രേഷൻ. എന്ത് നെഗറ്റീവായിട്ട് പറഞ്ഞ ആളിനും എന്ത് ദുഃഖത്തിൽ പറഞ്ഞ ആളിനും ഭഗവാന്റെ അടുത്ത് നിൽക്കുകയാണ് നമ്മൾ ആളുകൾ വിചാരിക്കും. തൊട്ട് മുമ്പ് പറഞ്ഞ ഒരാൾ പറഞ്ഞ കാര്യമാണ് ഞാൻ ആവർത്തിക്കണേ. അദ്ദേഹം ഭഗവാന്റെ അടുത്ത് പോയിട്ട് പോകുന്ന സമയത്ത് അദ്ദേഹം ഒന്ന് മയങ്ങി ഇരിക്കുന്ന സമയത്ത് സ്വാമി പെട്ടെന്ന് വന്നിട്ട് ദേഷ്യരൂപേണ പറഞ്ഞു, എല്ലാവരും വിചാരിക്കണം ഞാനിവിടെ ഇല്ലെന്ന്. ഞാൻ ഇവിടെ ഇല്ല എന്നാണ് വിചാരിക്കുന്നത്. ഞാനിവിടെ തന്നെ ഉണ്ട്. നമ്മളെ നഗ്ന നേത്രം കൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്തതെന്നുള്ള ഉപരി സ്വാമി അവിടെ തന്നെ ഉണ്ട്. അവിടെ മാത്രമല്ല, ഇപ്പം പ്രപഞ്ചത്തിൽ ലയിച്ചിരിക്കുകയാണ്.
ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്കത് കാണാനും ആസ്വദിക്കാനും നമുക്കതിനുള്ള കണ്ണില്ലാത്തതുകൊണ്ട് നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഭഗവാൻ ഇപ്പം പണ്ട് ശരീരത്തിൽ കുടികൊണ്ടിരുന്നെങ്കിൽ ഇന്ന് ശരീരത്തിലല്ല ഇരിക്കുന്നത്, ഇന്ന് പ്രപഞ്ചത്തിൽ നിറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ തന്നെ ഈ ഏകദേശം 110 എപ്പിസോഡിൽ കൂടുതലായി നമ്മൾ ഈ ചാനലിൽ ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തത്. ഇത് കണ്ടിട്ട് ഒരു പരിചയമില്ല, ഭഗവാനെ കണ്ടിട്ടില്ല, ആര് പറഞ്ഞറിഞ്ഞിട്ടുമില്ല. പിന്നെ എങ്ങനെ ചാനലിലൂടെ മാറ്റിയൊക്കെ പോകുന്ന സമയത്ത് ഇങ്ങനെ പല പ്രാവശ്യം കണ്ടപ്പോൾ ചിലർ എന്താണെന്നൊന്ന് കയറി നോക്കാം. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. ഒരു പ്രാവശ്യം കണ്ടാൽ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകത്തില്ല. പല പ്രാവശ്യം ഇങ്ങനെ വന്നപ്പോൾ ഒരാളുടെ കാര്യം പല പ്രാവശ്യം ഭക്തന്മാർ പറയണതൊക്കെ കണ്ടുകൊണ്ട് കയറി നോക്കിയിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങൾ അവർ എന്നെ വിളിച്ച് പറയാനായിട്ട് എനിക്ക് അതിശയം തോന്നിപ്പോകും. കാരണം ഇവിടെ നിരന്തരം വന്നിട്ടുകൊണ്ടിരിക്കുന്ന ഭക്തർക്ക് പോലും കിട്ടാത്ത അനുഭവങ്ങളാണ്. ഭഗവാനെ കണ്ടിട്ടില്ലാതെ ഏതോ രാജ്യത്തിരുന്ന് ഭഗവാനെ പ്രാർത്ഥിച്ച ആളിന് കിട്ടുന്ന അനുഭവം. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കേണ്ടത്? പ്രപഞ്ചത്തിൽ ലയിച്ച് അതുപോലെ മനോവേഗത്തിൽ സഞ്ചരിക്കുന്ന ആളാണ് ഭഗവാൻ. അത് നമുക്ക് തന്നെ അറിയാം. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിചാരിച്ചാൽ അതിന് മറുപടി ഉടനെ പറയും. മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചാൽ മതി, തൊട്ട് ബാക്കിൽ നിന്ന് അതിന്റെ മറുപടി വരും. അപ്പൊ നമ്മളെ നോക്കൂലേ, നമ്മളുടെ പറയുന്നതായിട്ട് നോക്കൂലേ, നമ്മളെ അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ. നമ്മൾ സ്വകാര്യ പറയാത്തേക്ക് പിന്നെ ഭഗവാൻ നമ്മളെ നോക്കി പറയുന്നത് എന്തിന്? അതുകൊണ്ട് ഭഗവാൻ അതിനുള്ള ഉത്തരം തരും. വേറെ ആളിന്റെ കൂടെയോ എന്തെങ്കിലും പറയുന്ന കാര്യത്തിന്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തോ നമുക്കുള്ള ഉത്തരം കിട്ടുമെന്നുള്ള സംശയം വേണ്ട. ഇത് ഭഗവാന്റെ ഏറ്റവും വലിയ മായ, അതായത് ലീലാവിലാസമാണ്. ഇത്രയും ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റ് ദൈവങ്ങളെയൊക്കെ പറയുമെങ്കിലും അതിനേക്കാൾ എത്രയോ മായ അവിയാണ് ഭഗവാൻ. എത്രയോ, കാരണം ഒരു അഭ്യാസവും ഭഗവാന്റെ അടുത്ത് നടക്കില്ല. ഭഗവാനെ വെട്ടിച്ചിട്ട് നമുക്ക് ഒരു അഭ്യാസം ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നന്നായത്. താങ്കൾ മാത്രമല്ല, ഓരോരുത്തരും ചിലപ്പം ജയനാരായണജി ചിലപ്പം ഇങ്ങനെ ഇരുന്ന് ഈ സംസാരിക്കുന്ന ഇത്രയും സൗമ്യമായിട്ട് പറഞ്ഞാൽ എന്നെപ്പോലെ എൻ്റെ അത്ര ഭഗവാൻ സഹിച്ച ഒരാൾ ചിലപ്പം ഈ ആശ്രമത്തിൽ ഈ ഭഗവാന്റെ ആളിൽ കാണില്ല. കാരണം 4 വയസ്സ് തൊട്ട് വളർന്നു വന്നു. അത് മാത്രമല്ല, ഞാൻ ഭയങ്കര അഭ്യാസിയാണ്. അഭ്യാസി എന്ന് പറയുന്നത് എന്തെന്ന് പറയുമ്പോൾ കുന്തെന്നേ പറയുള്ളൂ. എന്തെന്ന് ചോദിച്ചാൽ ഞാൻ മറുപടി കുന്തെന്നേ പറയത്തുള്ളൂ. പിന്നെ അത്യാവശ്യം ആരോഗ്യം വെച്ച സമയത്ത് തൊട്ട് ഒന്ന് ചോദിച്ച രണ്ടാമത് അടിയാണ്. പിന്നെ ഭഗവാൻ കുറേ അഭ്യാസം പഠിപ്പിച്ചു തന്നതുകൊണ്ടും അല്ലാതെ കുറച്ച് അഭ്യാസമൊക്കെ പഠിച്ചതുകൊണ്ടും ആരെ കയ്യിൽ നിന്നും അടി വാങ്ങിച്ച് പിടിച്ചില്ല. മനസ്സിലായില്ലേ? വാങ്ങി പിടിക്കാത്തത് കൊണ്ട് ഭഗവാന്റെ കാരുണ്യം കൊണ്ട് കിട്ടിയില്ലെന്ന് മാത്രം, അല്ലാതെ നമ്മളെ അഭ്യാസം കൊണ്ടൊന്നുമില്ല. അത്ര അഭ്യാസിയായിരുന്നു. അപ്പോൾ ഈ പരാതി, എൻ്റെ പരാതി, ഞാൻ ആശ്രമം നിൽക്കുന്ന സമയത്ത് എൻ്റെ പരാതി പറയാത്ത ഭഗവാന്റെ അടുത്ത് പരാതി ഇല്ലാത്ത ഒരു ദിവസമില്ല. അപ്പോൾ ആലോചിച്ച് നോക്കുക. ഞാൻ ഇന്ന് ഇവിടെ വന്നിരുന്ന് ഭഗവാന്റെ നാമധേയം പറഞ്ഞുകൊണ്ട് സൗമ്യയായി ഇരിക്കണമെങ്കിൽ തമ്പുരാൻ എന്ത് മെനക്കെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിച്ചോളൂ. എന്നെ വെളുപ്പിച്ച് നേരെയാക്കാൻ വേണ്ടി അത്ര. അപ്പോൾ ഈ കിടക്കുന്ന ഓരോരുത്തരും, ഇപ്പോൾ താങ്കൾ വിചാരിക്കും താങ്കൾ ഇങ്ങനെ കുറച്ച് ചെറിയ കാര്യങ്ങൾ ചെയ്തു, അതിലൊക്കെ കൊണ്ട് ഭഗവാന്റെ അടുത്ത് വന്നുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു. ഞാനെന്ന് പറഞ്ഞാൽ അതിനകത്ത് കിടന്നുകൊണ്ട് അഭ്യാസിയാണ്. നമ്മൾ വെളിയിലിറങ്ങിയുള്ള അഭ്യാസങ്ങളല്ലേ ഉള്ളൂ. എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പേടിച്ചിട്ട് അങ്ങോട്ട് വരില്ല, പിന്നെ കുറേ നടത്തി. അതാണ് ഈ ഗ്യാപ്പ് വരുന്നത്. എനിക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് 4 വയസ്സ് തൊട്ട് ഭഗവാന്റെ അടുത്ത് നിന്നതുകൊണ്ട് എനിക്ക് ഭഗവാനെ പേടിയില്ല. ഒരാള് ഇപ്പം നമുക്ക് അച്ഛനും അമ്മയും നമുക്ക് പേടിയുണ്ട? അച്ഛനും അമ്മയും നമ്മൾ വഴക്ക് പറഞ്ഞാലും അടിച്ചാലും നമുക്ക് പേടിയില്ല. എന്തുകൊണ്ടാണ്? അച്ഛനും അമ്മയാണ്. അപ്പോൾ അതിനേക്കാൾ, കാരണം സ്വാമി കുളിപ്പിക്കുന്ന സ്വാമി, തല ചീത്തണ്ട സ്വാമി, വസ്തു വാങ്ങിച്ചു തരുന്ന സ്വാമി, എടുത്തോണ്ട് നടന്നിട്ടുണ്ട് സ്വാമി. അപ്പോൾ ഇതെല്ലാം ഭഗവാൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് ഭഗവാനുമായിട്ട് ഒരു പായിലാണ് ഞങ്ങൾ രണ്ടുപേരും കിടക്കുന്നത്. അങ്ങനെ കിടന്ന് വന്നുകൊണ്ട് പേരിൽ ഭഗവാൻ എനിക്ക് അത്ര സ്വാതന്ത്ര്യമാണ്. ഞാൻ ചെന്ന് വളരെ കട്ടയ്ക്ക് അതിനൊരു ചെറിയ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു ദിവസം വാർഷികമല്ല, സ്വാമിയുടെ ബർത്ത്ഡേ, ജന്മദിനത്തിന് 3 ദിവസം അവിടുത്തെ നാമജപവും ഒക്കെ കഴിഞ്ഞ് ഞാൻ ഇത് കഴിഞ്ഞിട്ട് സ്വാമിയുടെ മകൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പൂരത്തിൻ്റെ അന്ന് അവിടെ അമ്മയുടെ സമാധി ദിനമാണ്. അപ്പോൾ അതിന് വേണ്ടി അപ്പോൾ ഞാൻ മൂകാംബിക ക്ഷേത്രത്തിൽ ചണ്ഡീഹോമം ചെയ്ത് പ്രസാദമായിട്ട് വരെയാണ്. അപ്പോൾ സ്വാമി അവിടെ ഒരുപാട് ആളുകൾ ഇരിക്കുന്നു. ഭഗവാൻ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് 2-3 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. ഈ നാമജപവും പകലും രാത്രിയായിട്ട് മൊത്തം പേര് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരുന്ന് ഉറക്കം തോന്നുന്നു. അപ്പോൾ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്.
ഞാൻ ചെന്ന് സ്വാമിയുടെ എന്നിട്ട് പറഞ്ഞു, സ്വാമി പോയി കുറച്ച് നേരം കിടക്കാൻ പറഞ്ഞു. അപ്പോൾ അവിടെ ഇരുന്നവരെല്ലാം ഞെട്ടിപ്പോയി. അപ്പോൾ എന്നെ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കി, ഒന്നും നോക്കണ്ട, ഭയങ്കരമായിട്ട് ക്ഷീണമുണ്ട്, കുറച്ച് നേരം പോയി കിടക്കാൻ പറഞ്ഞു. സ്വാമി ഒന്നും മിണ്ടിയില്ല, പതുക്കെ എഴിച്ച് പോയി. ഞാൻ പറഞ്ഞതിൻ്റെ പേരിലെന്നാവോ 15 മിനിറ്റ് ഒന്ന് കിടന്ന്, എന്നിട്ട് എഴിച്ച് വന്നിട്ട് പറഞ്ഞാണല്ലോ, അത് പറഞ്ഞാൽ ഞാൻ കേൾക്കും എന്ന് പറഞ്ഞ് എന്നെ ഭയന്നിട്ട് അങ്ങനെയൊന്നുമല്ല. ഞാൻ ആ ലാളനയിൽ പറയാണ്, നമ്മൾ അച്ഛൻ്റെ കൂടെ അമ്മയോട് നമ്മൾ സംസാരിക്കും പോലെ ആ ഒരു സ്നേഹത്തിൽ പറയാണ്. അപ്പോൾ ഭഗവാൻ അതിനെ എനിക്ക് ആയപ്പോൾ കിടക്കണില്ല ഇവിടെ എന്നൊക്കെ വേണമെങ്കിൽ എന്നോട് പറയാം, ഞാൻ എനിക്ക് രണ്ടാമത് ഓപ്ഷൻ ഇല്ല. ഭഗവാൻ അത് പോയി കേൾക്കുകയാണ്. ആ അത്ര വാത്സല്യമായിരുന്നു. അപ്പോൾ അങ്ങനെ കിടക്കുന്ന നമ്മളെക്കുറിച്ച് ഒരു പരാതി, മക്കളെക്കുറിച്ച് അച്ഛൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് പരാതി വരുമ്പോൾ അച്ഛനമ്മയ്ക്ക് എന്ത് വേദന ഉണ്ടാവും? അതേ വേദന അത് അനുഭവിച്ചിട്ടുണ്ട്. പല പ്രാവശ്യം എന്നോട് പറയുന്നുണ്ട്, പിള്ളേരെ കൊണ്ട് ഞാൻ പരാതിയും അനുഭവിച്ചതുപോലെ വേറെ ആരും അനുഭവിച്ചിട്ടുണ്ടാവില്ല, വേറെ ആരെ കൊണ്ടും അനുഭവിച്ചിട്ടുണ്ടാവില്ല. സംഭവം ശരിയാണ്. ഈ 4 വയസ്സ് തൊട്ട് അവിടെ കിടന്ന് കാണിച്ച വേലത്തരങ്ങൾ, പിന്നെ ഒന്ന് ഈ പുതുതായിട്ട് വരുന്ന ആൾക്കാരെ ഞാൻ കൂടുതലായിട്ട് അവരെ വലിയ റെസ്പെക്റ്റ് ചെയ്യാനൊന്നും പോവില്ല. എന്തുകൊണ്ടാണ്? ഞാൻ ഭഗവാന്റെ അടുത്തേക്ക് നമ്മളെ വീട്ടിൽ വന്ന് ആളാവുന്ന നമ്മൾ മൈൻഡ് ചെയ്യുമോ? സ്വാഭാവികമായിട്ട്. ഇപ്പോൾ താഴെ നമ്മൾ കൊച്ചുമോൻ നിൽക്കുന്നത്, അവൻ്റെ അടുത്ത് വന്ന് അവൻ ഭയങ്കര സ്നേഹത്തിലൊക്കെ നിൽക്കും. അവനെ കൊണ്ട് നമ്മൾ ഇവിടെ വന്നിട്ട് വരട്ടി എന്ത് ചെയ്യും? അവൻ കുറച്ച് നേരം കഴിയുമ്പോൾ കൊച്ചു കുട്ടിയാണെങ്കിൽ അവൻ നമ്മളെ മൈൻഡ് ചെയ്യില്ല. ഇതേപോലത്തെ അവസ്ഥയായിരുന്നു എനിക്ക്. ഞാൻ അവിടെ ജനിച്ച് വളർന്നതുപോലെ ഞാൻ അവിടെ നിന്ന് വളർന്നത്. എൻ്റെ ലോകം എന്ന് പറഞ്ഞാൽ ആശ്രമമാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഓരോ സ്വാമിമാർ ഇങ്ങോട്ട് വന്നിട്ട് ഒരു സുപ്രഭാതത്തിൽ ഓരോ സ്വാമിമാർ ജടയും താടിയൊക്കെ വന്നിട്ട് നമ്മളെ മര്യാദ പഠിപ്പിക്കാൻ പോകുമ്പോൾ എൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഞാൻ പോവുക എന്ന് പറയണേ. ഇങ്ങനെയാണ് പറഞ്ഞ് ഇയാൾ എന്നെ പഠിപ്പിക്കാൻ വേണ്ടെന്ന് ഒരാളിനോട് ഒരു സ്വാമിയോട് പറഞ്ഞു. അപ്പോൾ പോയി സ്വാമിയോട് പറഞ്ഞു കൊടുത്തു, ഇയാളെന്ന് വിളിച്ചു. അപ്പോൾ ഇതൊക്കെ എൻ്റെ അറിവുകേട്. എനിക്ക് എൻ്റെ 12 വയസ്സിലും 15 വയസ്സിലും 16 വയസ്സിലും ഒക്കെ എൻ്റെ അറിവുകേട് എനിക്ക് ഞാൻ ഇപ്പോഴും പറഞ്ഞാൽ എൻ്റെ അറിവുകേട് അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ അച്ഛനേക്കാൾ പ്രായമുള്ള ആളുകളിൽ നിന്ന് അങ്ങനെ പറയാൻ പാടില്ല. പക്ഷേ നമ്മളിൽ കയറി ചൊറിഞ്ഞ നമ്മൾ പറയണ വാക്കുകൾ ഇതൊക്കെയാണ്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് എത്രയോ ഡീസൻ്റാണ് ബാക്കിയുള്ളവരെന്നാണ് ഞാൻ പറഞ്ഞു തന്നത്. മനസ്സിലായില്ലേ? ആ സമയത്ത് ഞാൻ ഒരു അത് ഇപ്പോഴും അറിഞ്ഞാൽ പോലും പ്രശ്നമാണത്. കാര്യം വെച്ചാൽ ഇതേപോലെ ഞാനൊരു വലിയൊരു ഗുണ്ടയാണെന്ന് അറിയാതെ അയാളുമായിട്ട് അടിയായി. ഗുണ്ടയാണെന്നൊന്നും അറിഞ്ഞില്ല. അതാണെങ്കിൽ നമ്മൾ അടിക്കാൻ പോകില്ലായിരുന്നു. അല്ല, പേടിച്ചടിക്കില്ല. അന്ന് രാത്രി ഭയങ്കര ഒരു പ്രശ്നമായി, അടിയായി. പിറ്റെന്നാണ് അറിയണത് ഗുണ്ടയാണെന്ന്. ഗുണ്ട ഹോസ്പിറ്റലിലായി. ഞാൻ എൻ്റെ കേമത്തം പറയണല്ലേ എന്തോ സംഭവിച്ചു. എനിക്കൊന്നും പറ്റിയില്ല. അയാൾ ഹോസ്പിറ്റലിലായി. അയാളുടെ ബാക്കിയുള്ളവരൊന്നും അവിടെ അത്രയും തിരക്കി. യവനെ വിട്ടിട്ട് ആരും അടിച്ചു, ആരെന്നറിയണം. അത് ഭാഗ്യത്തിന് ആരും കണ്ടിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ അറിയാതെ രക്ഷപ്പെട്ടു പോയി. അവർ പിന്നെയും എത്രയോ നാളെ പിന്നെ അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഇയാളെ ഫോളോ ചെയ്ത് വന്നിട്ട് ആരോ ആക്രമിച്ചിട്ട് പോയതാണ്. ഏതോ വലിയൊരു ഗുണ്ട അടിച്ചിട്ട് പോയതാണ്, ഗുണ്ട അടിച്ചിട്ട് പോയതാണ്. യഥാർത്ഥത്തിൽ ഞാനൊരു കൊച്ചു പയ്യനാണ്. നമ്മള് കൊച്ചു ഗുണ്ടാണെന്നുള്ള അത് ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. പക്ഷെ അവിടെയൊന്നും ആരും അറിയാതെ ഞാൻ രക്ഷപ്പെട്ടു പോയി. അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പം പോലും അവർ തിരിച്ചാക്രമിക്കും. ഇത് എവിടെ വെച്ചാണെന്ന്, എന്താണെന്ന്, ആരാണെന്ന് അതാണ് ഞാൻ പറയാത്തത്. അത്രയും വലിയൊരു ഗുണ്ടായിരുന്നു അത്. പിന്നെ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു രതീഷ് എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോഗ്രാഫറുണ്ട്. അപ്പം അവൻ കെട്ടിയിരിക്കുന്നത് അവിടുത്തെ ആശ്രമത്തിലെ ഒരു ഭക്തൻ്റെ മകളിലാണ്. അവിടുത്തെ ഒരു ഡ്രോയിങ് മാഷുണ്ട് അതിനടുത്തുള്ള കള്ളിക്കാട് കുറ്റിച്ചെല്. എനിക്കറിയാം. ഡ്രോയിങ് മാഷിന്റെ മകള് റനീതയാണ് കെട്ടിയിരിക്കുന്നത്. എനിക്കറിയാം, പിള്ളേരെ അറിയാം. അപ്പം ഒരു പണ്ടേ ഉള്ള ആൾക്കാരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞടാ ഇങ്ങനെ കാര്യം പറഞ്ഞ അത് അവിടുത്തെ ആൾക്കാരാണ്, അവർക്ക് നല്ല സ്വാതന്ത്ര്യമാണ്. അപ്പോൾ ഇവിടെ ചെന്നാൽ ഞാൻ കുറേ നാൾ അങ്ങോട്ട് പോകാതിരിക്കുകയാണ്. ആ സമയത്ത് അവൻ്റെ കല്യാണം കഴിഞ്ഞ അവനൊരു കുട്ടിയായ സമയത്ത് ഞാൻ ഈ തിരക്കിൻ്റെ ഇടയിൽ പെട്ടിട്ട് അങ്ങോട്ട് അധികം പോകാതിരിക്കുകയാണ്. അപ്പം അവസാനം നല്ല വർക്കുണ്ട്. ഒരു വർക്ക് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ഇവിടെ ഉണ്ടാവുള്ളൂ. അതിനിടയ്ക്കൊക്കെ ഒന്ന് ഓടിയൊക്കെ നടന്നിട്ട് വീണ്ടും സാറിൻ്റെ ഇവിടെ അടുത്ത വർക്കിന് പോകും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കുറച്ച് ഗ്യാപ്പ് വന്നു. അപ്പം അണ്ണൻ പറഞ്ഞ് വരട്ടി അവിടെ വല്ലപ്പോഴൊന്നും വരണവരെയൊന്നും കയറ്റില്ല. നീ വന്നാൽ നിന്നെ ശരിക്കും നോക്കിയിട്ടേ സ്വാമി കയറ്റുള്ളൂ, അല്ല നിന്നെ അല്ലാതെ ഇനി അതിനകത്ത് കയറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പേടിച്ചിട്ട് ഇങ്ങനെ എങ്ങനെ കയറി പറ്റണം, വീണ്ടും കയറണമല്ലോ. അപ്പം ഏട്ടാ നിൻ്റെ കൂടെ വരട്ടാ. എൻ്റെ കൂടെ വന്നാൽ അവിടെ എല്ലാവരും കയറ്റി വിടും, നീ ഇവിടെ കള്ളിക്കാട് കയറ്റി വിടും, നീ വന്നു പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് പറഞ്ഞ് എടാ മോൻ്റെ ചോറൂണ് അവിടെ വെച്ചാണ്,
അന്ന് വന്നാൽ നിനക്ക് കയറാം, ഫോട്ടോയും എടുക്കാം, നീ ഒന്ന് കുറച്ച് ഫോട്ടോ എടുത്താന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി വരാം എന്ന് പറഞ്ഞ് ഞാൻ അന്ന് ചെന്നു. അന്ന് ചെന്നപ്പോഴത്തേക്ക് ഇന്ന് കാണാം, ഇന്ന് വീണ്ടും സ്വാമിയെ കാണാമല്ലോ എന്ന് പറഞ്ഞാണ് ഓടിച്ചിരുന്നത്. അപ്പം സ്വാമി അകത്ത് പർണശാല ഇരിക്കുകയാണ്. ഇന്നെന്തോ അവൻ അകത്ത് കയറിയിട്ട് പറഞ്ഞു, ഇന്നെന്തോ സ്വാമി പുറത്തിറങ്ങില്ല, ഇന്നാരെയും കാണുന്നില്ല സ്വാമി. അപ്പം ഞാൻ ചത്തതുപോലെയായി. കാര്യം എൻ്റെ അവിടെ നിന്ന് ചെമ്പഴന്തിയിൽ നിന്ന് കാട്ടാക്കട വരണമെങ്കിൽ എത്ര ദൂരം ഉണ്ടെന്ന് പറയണം. അന്ന് ഞാൻ അത് ഒരു 2 വീലർ ഓടിച്ച്, പഴയ ഒരു സുസുക്കിയുടെ 2 വീലറാണ്. അപ്പോൾ അതും ഓടിച്ച് ഞാൻ അങ്ങ് വന്നത് ഇതിനു വേണ്ടി, ഭഗവാനെ കാണുകയായിരുന്നു മെയിൻ എൻ്റെ. ചെന്നിട്ട് ഒന്നും നടന്നില്ല. വേറെ ഏതോ ഒരു സന്യാസി വന്ന് കുട്ടിക്ക് ചോറൊക്കെ കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത്. അപ്പം ഞാൻ ഇത്രയും വന്നിട്ടും എനിക്കൊന്നും കാണാൻ പറ്റി വിഷമിച്ച് നിൽക്കുകയാണ്. ഞാൻ അവിടെ നിന്നൊരു ചന്ദനം വെച്ചിട്ടുണ്ട് പുറത്ത്, അത് എടുത്ത് കുറിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഇവിടെ ഇങ്ങനെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ പറഞ്ഞിടാ, ഇവിടുത്തെ ചന്ദനം ഭയങ്കര പവറാണല്ലേ. അതെന്ത് അല്ല, അത് ഇട്ടപ്പോഴത്തേക്ക് എനിക്കത് ഫീൽ ചെയ്യുന്നു, ഭയങ്കര പവറാണ് ചന്ദനം. അപ്പോൾ വീണ്ടും ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ ഭഗവാനിൽ നിന്ന് ഇങ്ങനെ എന്ത് കാര്യം എന്തെന്ന് ചോദിച്ചു. തനിയെ ഞാൻ അറിയാതെ പറയുകയാണ്. അപ്പോൾ ആരോ ചോദിക്കുകയാണ്, എന്ത് ഭഗവാനൊന്ന് കാണണമായിരുന്നു, കാര്യം അപ്പോഴും ചോദിക്കുന്നുണ്ട്. പക്ഷേ ഞാനിത് മനസ്സിലാക്കുന്നില്ല. കാര്യം ഒന്ന് കാണണം, ഒന്ന് കണ്ടാൽ മതി, ഒന്ന് കണ്ടാൽ മതി എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. അതെ, കാര്യം പറ, അപ്പം കണ്ടാൽ മതി. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഭഗവാൻ ഫ്രണ്ട് ഇരിക്കുകയാണ്. അന്ന് അത് പറഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അന്ന് അപ്പോൾ അവിടെ അന്നത്തെ നമ്മളുടെ DGP അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹം വൈഫായിട്ടൊക്കെ വന്ന് അവിടെ ഉണ്ട്. അപ്പോൾ ഭഗവാൻ ആ റൂമിൽ കയറി ഇരുന്നപ്പോഴത്തേക്ക് എല്ലാവരും അന്ന് അങ്ങനെ എനിക്കൊരു ഭാഗ്യമുണ്ടായി. ഭഗവാന്റെ കാലിൽ തൊട്ട് വീഴാൻ പറ്റി. സാധാരണ ആരും കാലിലും തൊടാൻ സമ്മതിക്കുന്നതല്ല. പക്ഷേ എന്തോ എനിക്കന്ന് കാലിൽ തൊട്ട് വീഴാനുള്ള വലിയ ഭാഗ്യമുണ്ടായി. അപ്പോൾ തൊട്ട് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേക്ക് ആരോ ചോദിച്ചു, എന്തൊരു കാലിൽ തൊട്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയില്ലായിരുന്നു. ഭഗവാൻ ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഓരോ ഭഗവാന്റെ എന്താണ്, ഭഗവാന്റെ കൃപയാണ്. ഭയങ്കര, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ദയാലുവും അത്ര സ്നേഹസ്വരൂപനും ഭക്തവത്സലനുമാണ് ഭഗവാൻ. അതാണ് ആ ഭക്തിയാൽ നിന്ന് സ്മരിച്ചപ്പോൾ അവൻ്റെ ഫ്രണ്ടിൽ വന്നത്. ഞാൻ എന്ത് അത് ഭയങ്കര അനുഭവമാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഭഗവാൻ. അത് ഇറങ്ങൂല, നമുക്ക് പോവാന്ന് രതീഷാണ് എൻ്റെ ഫ്രണ്ട്. രതീഷ് പറഞ്ഞാൽ നമുക്ക് പോവാം, ഭഗവാൻ ഇറങ്ങൂല എന്ന് പറഞ്ഞു. പറഞ്ഞത് പിന്നെ ഒരു ഭാഗ്യമുണ്ടായി എനിക്ക്. സമാധിയിലന്നും ഇതേപോലെ ഭഗവാനെ തൊട്ട് തൊഴുവാൻ പറ്റി. അന്ന് പിന്നെ എല്ലാവരെയും തൊഴിച്ചു. പിന്നീട് നമ്മൾ ഇവർ വന്നപ്പോഴത്തേക്കും നമ്മുടെ ചിദംബരം കാര്യം വന്ന ശേഷം എല്ലാവരെയും വിളിച്ചിട്ടുണ്ട്, മറ്റേ ബന്ധുക്കളെയൊക്കെ വിളിച്ച സമയത്ത് എനിക്ക് തൊഴുവാൻ പറ്റി. അപ്പോൾ ശരി, ഇത്രയും സമയം ഭഗവാന്റെ കാരുണ്യം അല്ലെങ്കിൽ ഭഗവാന്റെ കാര്യങ്ങൾ ഭക്തർക്ക് വേണ്ടി പറയാൻ, അല്ലെങ്കിൽ വന്ന് ഈ ചാനലിൽ ഒന്ന് ഇത്രയും സമയം തിരക്കിൻ്റെ ഇടയിൽ വന്ന് നന്ദി, നമസ്കാരം.